ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ വാണ്ട് ടു ടോക്ക് ടു സംതിങ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നമ്മുടെ ഇന്ത്യയിൽ ഓരോ 10 വർഷം കഴിയുമ്പോഴും ഉണ്ടാകുന്ന വിമാനാപകടം. ഓരോ 10 കൊല്ലം കഴിയുമ്പോഴും ഓരോ വിമാനാപകടങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപ്, അതായത് ജൂൺ 12-ാം തീയതി 13-ാം തീയതിയോ ഉണ്ടായ ഈ വിമാനാപകടം അത്യന്തം ദയനീയമായി. ഇത് പൈലറ്റിൻ്റെ അനാസ്ഥയാണോ അതോ വിമാനത്തിൻ്റെ തകരാറാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? എയർ ഇന്ത്യ പോലെയുള്ള ഫ്ലൈറ്റ്, സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഈ ഫ്ലൈറ്റ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതും ഈ ബോയിങ് പോലെയുള്ള ഫ്ലൈറ്റുകൾ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഇങ്ങനെ തകരാനുള്ളതിൻ്റെ കാരണം, ഇതിന് വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഇവിടെ മൊത്തം നമ്മുടെ ഇന്ത്യയിൽ ഓരോ 10 കൊല്ലം 12 കൊല്ലം കഴിയുമ്പോഴും ഈ ഫ്ലൈറ്റുകൾ, പഴയ ഫ്ലൈറ്റുകൾ ഒന്നെങ്കിൽ അത് പുതുക്കി പുതിയ ഫ്ലൈറ്റുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പഴയ ഫ്ലൈറ്റുകളുടെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്ത് അത് പുതിയ എൻജിനുകളും പുതിയതായിട്ടുള്ള സംവിധാനങ്ങൾ വരേണ്ടതാണ്. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊരു മിസ്റ്റേക്ക് ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമാണ്. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി പോകരുത്. ഇതിൽ ഇവിടെ പറയുന്ന നമ്മുടെ ഈ 10 വർഷം കഴിയുമ്പോഴും ഉണ്ടാകുന്ന ഈ വിമാനാപകടം നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളിൽ മനസ്സിൽ വളരെ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ടോട്ടലി ഇപ്പോൾ 15 വിമാനാപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ. 15 വിമാനാപകടങ്ങൾ. ഈ ജൂണിൽ, കഴിഞ്ഞ 2025 ജൂണിൽ ഉണ്ടായ ഈ വിമാനാപകടം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനാപകടമാണ്. രണ്ടാമത്തെ വളരെ കാഷ്വാലിറ്റി ഉണ്ടായ ഒരു വിമാനാപകടമാണ് ഈ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ ഈ വിമാനം. ഇത് ഇനിയും തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് വളരെ ഒരു നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എത്ര കുടുംബങ്ങളാണ് ഇവിടെ അനാഥമായി പോയത്? നമ്മുടെ എക്സാമ്പിൾ, ഇപ്പോൾ ടൈറ്റാനിക് കപ്പൽ പുതിയതായി പണിത കപ്പലാണ് യാദൃശ്ചികമായി മഞ്ഞിൻ ഐസ് ക്യൂബിൽ തട്ടി തകർന്നത്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ. അപകടമുണ്ടാവുക എന്നുള്ളത് ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ. ഇവിടെ ഉണ്ടായ ഈ വിമാനാപകടം, ഈ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ ഈ വിമാനം ഒരു 10-15 വർഷം പഴക്കമുള്ള വിമാനമാണെന്ന് ആദ്യം ആലോചിക്കണം. ഇത്രയും പഴക്കമുള്ള വിമാനം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ബസ്സോ
അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ റോഡ് വാഹനങ്ങളെ ഒന്നുമല്ല, ആകാശത്തുകൂടെ പോകുന്ന വളരെ സേഫായി പോകേണ്ട ഒരു 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 വാഹനമാണിത്. അപ്പോൾ അത് നമ്മുടെ ജനങ്ങളിൽ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഓരോ 10 വർഷം കഴിയുമ്പോഴാണ് ഇങ്ങനെ വിമാനാപകടങ്ങൾ ഉണ്ടായി വരുന്നത്. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 2 ഷിപ്പ് തകർന്നു. ഇപ്പോൾ വിമാനം തകരുന്നു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ വളരെ സീരിയസായി ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെൻറ് അന്വേഷിച്ച് അതിനുള്ള സൊല്യൂഷൻ കാണേണ്ടതാണ്. പിന്നെ അമേരിക്കയിലായിക്കോട്ടെ, ലണ്ടനിലായിക്കോട്ടെ, എല്ലായിടത്തും വിമാനാപകടം ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയിലായാലും ഒരുപാട് വിമാനാപകടങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഈ ബോയിങ് പോലെയുള്ള വിമാനമാണ് തകരുന്നത്. ഒരു 5 പേര് 10 പേര് പോകുന്ന വിമാനമല്ല. അതിൻ്റെ ഓക്കെ, താങ്ക് യു.